എൻ്റെ പേര് ബീന. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മോൻ്റെ ഭാര്യയും കുഞ്ഞുമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 16 എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. കൂട്ടുകാരി പറഞ്ഞ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ എനിക്കും വരണമെന്ന് തോന്നി. വീട്ടിലാരും അറിയാതെ ഞാനൊരു അക്രസ്തയാണ്. ഞാൻ ഇവിടെ എത്തി, ചോദിച്ച് കേട്ട് ഇവിടെ എത്തി, വന്ന് ഉടമ്പടി എടുത്തു. 11 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നടത്തി നേരത്തെ തന്നെ വീട്ടിൽ ചെല്ലുവാൻ സാധിച്ചു. ഉടമ്പടിയിലെ പ്രധാന നിയോഗം എന്ന് പറഞ്ഞിരുന്നത് മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. അവന് കുട്ടികളുണ്ടാകുന്നതെല്ലാം 2 പ്രാവശ്യം അബോർഷനായി പോയായിരുന്നു. അപ്പം അനിയന് കുട്ടിയുമായി ഇവന് കുട്ടിയില്ലാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ആരും അറിയാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് ഒരു കുഞ്ഞിനെ തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 90 ദിവസവും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനവും എല്ലാം കൂടുമായിരുന്നു. പിന്നീട് വീട്ടിൽ ഭർത്താവിനോടൊക്കെ പറഞ്ഞു. ആർക്കാർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം 90 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്ന് ഉടമ്പടി പുതുക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു. അതിനുശേഷം വീണ്ടും അടുത്ത 2ാമത് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് 10 മിനിറ്റിനകം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ കൺസീവ് ആണെന്ന് വിളിച്ചു പറഞ്ഞു. മാതാവിനോട് ഒരുപാട് നന്ദി ആ അവസരത്തിൽ പറഞ്ഞു. പിന്നെ മോള് കംപ്ലീറ്റ് റെസ്റ്റ് കാര്യങ്ങളായിരുന്നു. എന്താണേലും കുഴപ്പമൊന്നുമില്ലാതെ 7ാം മാസം വരെ എത്തി. 7 മാസം പൂർത്തിയായപ്പോൾ പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ സുഖപ്രസവം നടക്കുകയും ചെയ്തു. കുട്ടി NICUവിലായിരുന്നു. അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും കുഞ്ഞിനുണ്ടായിരുന്നില്ല. ഇവൻ തനിയെ ശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 90 ദിവസത്തോളം നല്ലപോലെ കഷ്ടപ്പെട്ട് മകനും മകളും ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ കുഞ്ഞ് സുഖമായി വളർന്ന് ഇപ്പോൾ അവന് അടുത്ത മാസം 1 വയസ്സാവുകയാണ്. നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും കറക്റ്റായിട്ട് വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രോഗികളെ കാണാൻ പോവുകയും അവർക്ക് കൊടുക്കുകയും അതുപോലെ രോഗികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത രോഗികൾക്ക് മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി കൊടുക്കാറുണ്ട്. പൈസയായിട്ട് കൊടുത്തപ്പോൾ അവരത് ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ തന്നെ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ എല്ലാ മാസം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും ബസ് സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും വഴിയിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെയാണ് ഞാൻ പത്രം കൊടുക്കാറ്. അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൃത്യമായി കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ചത്തെ ധ്യാനം മുടക്കാറില്ല. കഴിവതും ചൊവ്വാഴ്ച തന്നെ അത് കൂടാറുണ്ട്. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃത്യമായി പങ്കെടുക്കും. വൈകുന്നേരത്ത് ഉടമ്പടി പ്രാർത്ഥനയും ചെയ്യാറുണ്ട്, കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ധാരാളം പേരോട് പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. മാതാവിനെ അറിയാത്തവർ അറിയട്ടെ, അതിനൊരു അവസരമാണല്ലോ എനിക്ക് കിട്ടിയതെന്നോർത്ത് ഞാനതെല്ലാം ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യം. എന്നെ ഇവിടെ കയറ്റി നിർത്തിയ അമ്മയ്ക്കോടും തിരുക്കുമാരനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം തിരുവചനം. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ബീന അനിൽ എന്ന ഈ സഹോദരി അവരുടെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു വലിയ വേദനയിലാണ് ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഉടൻ പരിഹാരമാണ്. ബീന വളരെ കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചിരുന്നതെന്ന് ഏറ്റുപറയുകയുണ്ടായി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വളരെ പെട്ടെന്നാണ് ആദ്യത്തെ ഉടമ്പടി പുതുക്കിയ ആ ദിവസങ്ങളിൽ തന്നെ മകൾ കൺസീവായി എന്ന് ഉള്ള സന്തോഷ വാർത്ത അവർക്ക് ലഭിച്ചു. എത്ര തന്നെ വലിയ ജീവിത പ്രശ്നങ്ങളായാലും, എത്ര തന്നെ ഡോക്ടേഴ്സും വൈദ്യശാസ്ത്രവും കൈവിട്ട കേസുകളായാലും, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായ യാതൊരു അത്ഭുതങ്ങളുമില്ല. ദൈവം തന്നെ നമ്മോട് വചനങ്ങളിലൂടെ പറയുന്നുണ്ട്, എൻ്റെ ചെവി മന്ദ്യപ്പെട്ടു പോയിട്ടില്ല, എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല,
നിനക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായി, നിന്നെ ഓർമ്മിക്കുവാനായി നിൻ്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിനെ ബീന തന്നെ ഒരു പ്രതിനിധിയായി വളരെ അതിരാവിലെ ശുദ്ധിയായി ഈശോയോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഫലമായി 5:30 തന്നെ കൃത്യമായി ഒരുങ്ങി പ്രാർത്ഥിച്ച് കൃത്യമായി ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് വളരെ വിശുദ്ധിയോടുകൂടി ജീവിച്ചുകൊണ്ടാണ് ഉടമ്പടി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഈ മകൾ പറയുന്നത്, ഇനി ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും. തൻ്റെ എത്ര തന്നെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ തന്നെയും ഉടമ്പടിയിൽ നിന്ന് ഇനി എനിക്ക് പിന്മാറാൻ സാധിക്കില്ല എന്ന ഒരു വലിയ സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈശോയുടെ സ്നേഹം അനുഭവിച്ച, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മെ കൂടെ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു വലിയ ജീവിതാനുഭവം നമുക്ക് തൊട്ടറിയാൻ സാധിച്ചാൽ ആരും തന്നെ ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോവുകയില്ല. എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഏറ്റുവാങ്ങുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധ അമ്മ തന്നെ വളരെ കുഞ്ഞുനാളിൽ ഈശോയെ കൈപിടിച്ച് നടത്തിയതുപോലെ നമ്മ ഓരോരുത്തരെയും കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഉടമ്പടി ജീവിതം. വലിയ ഉയർച്ചകളിലേക്ക് നമ്മെ ദൈവം എത്തിക്കുന്നതാണ് ആ വാഗ്ദാനം എന്ന് പറയുന്നത്. ഈശോ മിശിഹ ഒരുപാട് വാഗ്ദാനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ജീവിത ദുരന്തങ്ങളിലും പരിശുദ്ധ അമ്മ നമുക്ക് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകമായി കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.